കേരളത്തിലെ പ്രജ്വൽ രേവണ്ണയുടെ ആദ്യത്തെ മാതൃക എന്ന് പറയുന്നത് പി ശശിയല്ലേ. അവനെ പേടിച്ചാരും ആ വഴി നടപ്പിയില്ല എന്ന് പറയുന്നത് പോലെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി കുടുംബങ്ങൾക്ക് അവിടെ കഴിയാൻ പറ്റാത്ത സാഹചര്യം. ഇന്ന് പി ശശി ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന്. ഇപ്പൊ ഇന്ന് രാവിലെ കേരളത്തിൽ ടെലിവിഷൻ വെച്ച ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ചാറ്റിന്റെ ഒരാളുമായി ബന്ധപ്പെട്ട അവരുടെ പരാതി, അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻ റെക്കോർഡുകളൊക്കെ കണ്ടാൽ എഴുന്നേറ്റത് നാളെ വേറെയും വരാം. ഓരോ സമയത്തും കോൺഗ്രസ് പ്രവർത്തകന്റെ തലയാണ് കുനിഞ്ഞു പോകുന്നത്. ഈ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് സമാഹരിക്കാനും പാർട്ടിയെ ജയിപ്പിക്കാനും സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും തല്ലുകൊള്ളാനും പിരിവിട്ട് പാർട്ടി കൂടി ഉയർത്താനും ഒക്കെ നടന്ന ഓരോ കോൺഗ്രസ്സുകാരനും രാവിലെ TV വെക്കുമ്പോൾ തല കുനിഞ്ഞു പോകുന്ന സാഹചര്യം എന്തായാലും നേതൃത്വം ഉണ്ടാക്കി കൊടുക്കരുതല്ലോ. ഇവിടെ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ്. ഈ ഫാക്ട്സിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ കഴിയില്ല എന്നുള്ളത് വ്യക്തമായിരിക്കെ ഇനിയും പേരണോ എന്ന് പാർട്ടി ആലോചിക്കണ്ടേ? അഭിലാഷേ, ഞാൻ അങ്ങയോട് പ്രതികരിക്കാം. ഇവിടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇരകളായ മനുഷ്യരോട്, വ്യക്തികളോട്, സ്ത്രീകളാകട്ടെ ട്രാൻസ്ജെൻഡർ ആകട്ടെ, ബഹുമാനപൂർവ്വം അവരെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി നിലപാട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇവിടെ ഡോക്ടർ സരിനും BJP പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ സരിൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. രാഹുലിൻ്റെ രതി വൈകൃതം അത് അനിതര സാധാരണമായൊരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. രാഹുലിൻ്റേത് രതി വൈകൃതവും പി ശശിയുടേതും PK ശശിയുടേതും ശശിമാരുടേതും രതി സാമർഥ്യവുമാണോ? ഇന്ന് പി ശശി ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന്. ഇത് താങ്കൾ ഇങ്ങനെ മർച്ചൻ്റ് ഓഫ് മൊറാലിറ്റി എന്ന് പറയും, സദാചാരത്തിൻ്റെ വ്യാപാരി. സരിൻ 1-2 ദിവസമായി അങ്ങനെ വലിയ സദാചാരത്തിൻ്റെ വ്യാപാരിയായി ഇങ്ങനെ ചാനലുകളിൽ ഇരുന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അഭിലാഷ് നടത്തുന്ന വിമർശനങ്ങളെ, അല്ലെങ്കിൽ ഇരകൾ നടത്തുന്ന വിമർശനങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അതിനെ പരിശോധിക്കുകയും ചെയ്യും. പക്ഷെ സരിൻ എന്താണ് പറയുന്നത്? സരിൻ്റെ പാർട്ടി എന്തത്ര കൊമ്പത്തെ പാർട്ടിയാണോ? പി ശശിയെ നിങ്ങൾ എവിടേക്കാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്? പി ശശിയെ നിങ്ങൾ എവിടേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെയാണെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഒരു ഇത് വന്നപ്പോൾ ഞങ്ങളെടുത്ത നിലപാട് വളരെ വ്യക്തമല്ലേ. ഞങ്ങൾ പറഞ്ഞത് എന്താ? 24 മണി പാർട്ടി പോസ്റ്റിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, പോലീസ് പോലും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഞങ്ങളാണോ? പോലീസ് FIR ഇടട്ടെ, പാർട്ടി പരിശോധിക്കും. പോലീസ് FIR ഇടാത്തിടത്തോളം കാലം, അത്തരം കാര്യങ്ങൾ വരാത്തിടത്തോളം കാലം ചെയ്യാവുന്നതിൻ്റെ പരമാവധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ BJPയുടെ പ്രതിനിധി യെദ്യൂരപ്പയുടെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഞങ്ങൾക്ക് വളരെ കൃത്യമായൊരു നിലപാടുണ്ട്. ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു കീഴ്വഴക്കത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞങ്ങളതിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ പരാതി ഞങ്ങളുടെ മുന്നിലേക്ക് പബ്ലിക് ഡൊമൈനിൽ ഉയർത്തപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞത് എന്താ? ഇവിടെ ഞങ്ങൾ ഇതിനെ ഓൺ ചെയ്യുന്നില്ല. പരാതിക്കാരിയെ അപഹസിക്കാനോ അപമാനിക്കാനോ ഇല്ല. അദ്ദേഹം പാർട്ടിയുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞു. അതൊരു പാർട്ടി നടപടിയാണെന്ന് പാർട്ടിയുടെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സുപ്രീം പോസ്റ്റിലിരിക്കുന്ന KC വേണുഗോപാൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം ഈ പറയുന്ന 2 ദിവസമായി BJPയും CPIയും നടത്തുന്ന ശ്രമങ്ങളെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചാൽ അത് ചർച്ചയ്ക്കിരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്ന PK ശശി മാത്രമല്ല, പി ശശി ഏറ്റവും ക്ലാസിക്കലായ ഉദാഹരണമല്ലേ. ഇദ്ദേഹം പറയുന്നു പ്രജ്വൽ രേവണ്ണ, കേരളത്തിലെ പ്രജ്വൽ രേവണ്ണയുടെ ആദ്യത്തെ മാതൃക എന്ന് പറയുന്നത് പി ശശിയല്ലേ. അവനെ പേടിച്ചാരും ആ വഴി നടപ്പിയില്ല എന്ന് പറയുന്നത് പോലെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി കുടുംബങ്ങൾക്ക് അവിടെ കഴിയാൻ പറ്റാത്ത സാഹചര്യം. CKP പത്മനാഭൻ എന്ന് പറയുന്ന നേതാവിനെ ഈ അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് വന്ന മെമ്പറാണോ സരിൻ എന്ന് എനിക്കറിയില്ല, കാൻഡിഡേറ്റ് മെമ്പറാണോ എന്ന് അറിയില്ല. CKP പത്മനാഭനെ CPM-കാർക്ക് അറിയാതിരിക്കില്ലല്ലോ. അദ്ദേഹം പരാതി കൊടുത്തു, അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. CKP പത്മനാഭൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി, പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലായി. നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു? അപ്പോൾ സരിനെ അങ്ങനെ വലിയ സദാചാരത്തിന് ഗീർവാണ പ്രസംഗമൊന്നും വേണ്ട. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉയരുമ്പോൾ കോൺഗ്രസ് CPM-നെയും BJP-യെയും അഡ്രസ് ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നം. കോൺഗ്രസ് പൊതുസമൂഹത്തല്ലേ അഡ്രസ്? തീർച്ചയായും സ്ത്രീകളും പുരുഷന്മാരുമുള്ള ഈ സമൂഹത്തെ, ആ സമൂഹത്തിന്റെ മൂല്യബോധത്തെ അല്ലേ കോൺഗ്രസ് അഡ്രസ്? തീർച്ചയായും ആ അഭിലാഷ് പറഞ്ഞ ആ പോയിന്റിൽ ഞാൻ പറയുന്നത് എന്താ? മോറൽ സുപ്പീരിയോറിറ്റി CPM-ഉം BJP അവകാശപ്പെടുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയേണ്ടെന്ന് ഞങ്ങൾ പറയും. ഒരു ചർച്ചയിൽ അവരിയ്ക്കുന്നതുകൊണ്ടാണ് അഭിലാഷ് അത് പറയുമ്പോൾ, ഇരവകൾ അത് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താ? ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഓൺ ചെയ്യില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്,
VB ചെറിയാൻ എന്ന് പറയുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു CPM പണ്ടെടുത്തൊരു നിലപാടിനെ കുറിച്ച്, പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് ഒരു ഗർഭത്തിന്റെ ആരോപണം വന്നപ്പോൾ ആ ഗർഭം പാർട്ടി വിരുദ്ധമാണെന്ന് CPM പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഗർഭമോ ഗർഭചരിത്രമോ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ഗർഭമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനോ പാർട്ടി വിരുദ്ധമാണെന്ന് പറഞ്ഞ് അതിന് നേരിടാനോ കോൺഗ്രസ് നിൽക്കില്ല. ഏത് ഉന്നതനായ നേതാവായാലും അത് നിൽക്കില്ല എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം പറയാൻ ബാധ്യതപ്പെട്ട ആളുകളാ. രാഹുൽ മാങ്കൂട്ടൻ തന്നെ പറഞ്ഞു എന്നെ പ്രതിരോധിക്കേണ്ട കാര്യം കോൺഗ്രസ് പ്രവർത്തകർക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ ബാധ്യത രാഹുൽ ഗാന്ധിയുടെ മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തി, ഇന്ന് രാഹുലോ നാളെ വേറൊരു വ്യക്തിയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയൊന്നും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനുമില്ല. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം തന്നെയാണ്, വളരെ കൃത്യമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു നിയമ സംവിധാനത്തോട് ഞാൻ നേരിട്ടോളാന്ന്. രാഹുൽ ഇത്തരം കേസിൽ പിണറായി വിജയന്റെ പോലീസ് ഭരിക്കുന്നത് FIR ഇടുമ്പോൾ അതിനനുസരിച്ച് രാഹുൽ മാങ്കൂട്ടൻ നിലപാട് സ്വീകരിക്കും, കേരളത്തിലെ പാർട്ടി സ്വീകരിക്കും. അതുവരെയുള്ള ഒരു നിലപാട് വളരെ കൃത്യവും വ്യക്തവും ആശങ്കയ്ക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി വളരെ കൃത്യമായി അടിവരയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, അതാണ് കോൺഗ്രസ് പറയാനുള്ള കാര്യം.